ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹാപ്പിനെസ്. ഈ ഹാപ്പിനെസ് ഇഷ്ടപ്പെടാത്ത ആരുമില്ല. ഹാപ്പിയാകാൻ ആഗ്രഹിക്കാത്തവരും ആരുമില്ല. നമ്മൾ എന്തിന് ഹാപ്പി ആവണം? അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബിക്കോസ് യു ഹാവ് ദ റൈറ്റ് ടു ബി ഹാപ്പി. ഓരോ മനുഷ്യനും ഹാപ്പി ആയിരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് മാത്രമല്ല, നമുക്ക് ആ സെൻസ് ഓഫ് ഹാപ്പിനെസ് അനുഭവിച്ചു കൊണ്ട് വേണം ഒരു മനുഷ്യനായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ ഹാപ്പി ആയിരുന്നാൽ മാത്രമേ മറ്റുള്ളവരെ ഹാപ്പി ആക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതും മാത്രമല്ല, നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ, നമ്മൾ ക്രിയേറ്റീവ് ആകണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒരു ഹാപ്പിനെസ് വേണം. അതുകൊണ്ട് യു ഹാവ് ടു ബി ഹാപ്പി. ആദ്യം നമ്മൾ തീരുമാനമെടുക്കേണ്ടത് ഞാൻ ഹാപ്പി ആകും, ഞാനൊരു ഹാപ്പി ആയിട്ടുള്ള വ്യക്തിയാകും എന്നാണ്. അതായാൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അറിയണം. എങ്ങനെയാണ് നമ്മൾ ഹാപ്പി ആവേണ്ടത്? ഇപ്പം ഞാൻ അതങ്ങനെ ആകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഹാപ്പി ആവുമോ? ഹാപ്പിനെസ്സിന് 3 കാര്യങ്ങൾ ആവശ്യമാണ്. 1, നമുക്ക് അക്സെപ്റ്റൻസ് വേണം. 2, നമുക്ക് അഫെക്ഷൻ വേണം. 3, നമുക്ക് അച്ചീവ്മെൻറ്റ്സ് വേണം. അക്സെപ്റ്റൻസ് എവിടെ നിന്ന് കിട്ടും? അക്സെപ്റ്റൻസ് 3 A's എന്നാണ് പറയുന്നത് ഓഫ് ഹാപ്പിനെസ്. ഹാപ്പിനെസ്സിൻ്റെ, സന്തോഷത്തിൻ്റെ 3 A. 1 അക്സെപ്റ്റൻസ്, 2 അഫെക്ഷൻ ആൻഡ് 3 അച്ചീവ്മെൻറ്റ്സ്. ആദ്യത്തെ അക്സെപ്റ്റൻസ് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടണം. എല്ലാം തുടങ്ങുന്നത് കുടുംബത്തിൽ നിന്നാണ്. കുട്ടികളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അവന് അവൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ വീട്ടിൽ കൊടുക്കണം. വളരെ പ്രിയപ്പെട്ടവനാണ്, അവനെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് ഓരോ കുടുംബത്തിൻ്റെയും ലക്ഷ്യമെന്ന് കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ അവിടെ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന അക്സെപ്റ്റൻസാണ് നമ്മളുടെ ഒരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ പിന്നീട് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തരും. വീട്ടിൽ അക്സെപ്റ്റഡ് ആകുന്ന കുട്ടികളാണ് പുറത്ത് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടൊരു വികാരമാണ്. നമുക്കൊരു അക്സെപ്റ്റൻസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നത്? അതുകൊണ്ട് നമ്മൾക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ നമ്മൾ കുട്ടിക്കാലം നമ്മുടെ കൺട്രോളിലല്ല, പക്ഷെ പിൽക്കാലങ്ങൾ നമ്മുടെ കൺട്രോളിലാണല്ലോ. നന്നായിട്ട് പെരുമാറുന്നത് കൊണ്ട്, നല്ല ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട്, മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ട്, മറ്റുള്ളവരെ ആക്ഷേപിക്കാതിരിക്കുന്നത് കൊണ്ട്, അങ്ങനെ പല നമ്മുടേതായ പേഴ്സണൽ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനും മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാനും നമ്മൾക്ക് സാധിക്കും. ദാറ്റ് വിൽ മേക്ക് യു ഹാപ്പി. 2, അക്സെപ്റ്റൻസിനെ തുടർന്നുണ്ടാകുന്ന ഒരു കാര്യമാണ് അഫെക്ഷൻ. അഫെക്ഷൻ ഇല്ലാതെ ഒരിക്കലും ഒരാൾക്ക് ഹാപ്പി ആകാൻ പറ്റില്ല. അതായത് അഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു വാത്സല്യം, സ്നേഹം, ഒരു കുളിർമ എല്ലാം കൂടി ചേർന്ന ഒരു വികാരമാണ് അഫെക്ഷൻ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ വികസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് അഫെക്ഷൻ, ടു ബി അഫെക്ഷനേറ്റ്. നമ്മൾ ആരോടെങ്കിലും വർത്തമാനം പറയുമ്പോൾ, അവർ നമ്മളോട് വർത്തമാനം പറയുമ്പോൾ ഒരു അഫെക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുക, അത് നമ്മളെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. ഇതും സ്റ്റാർട്ട് ചെയ്യേണ്ടത് വീട്ടിൽ നിന്ന് തന്നെയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ബന്ധങ്ങൾ, ഈ ഭാര്യയ്ക്ക് അമ്മായിയമ്മയോടുള്ള അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ബന്ധങ്ങൾ, കൊച്ചു കുട്ടികൾക്ക് അവരുടെ ഗ്രാൻഡ് പേരൻസിനോടുണ്ടാകുന്ന അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം വീട്ടിലുണ്ടായി വരുമ്പോഴാണ് ഈ അഫെക്ഷൻ എന്ന് പറയുന്ന ആ ഊഷ്മളത, സ്നേഹത്തിന് ഒരു ഊഷ്മളമായ ഒരു സ്നേഹം വരുന്നതിനെയാണ് നമ്മൾ അഫെക്ഷനേറ്റ് എന്ന് പറയുന്നത്. ഈ അഫെക്ഷനേറ്റ് ആകുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു സവിശേഷമായ ഗുണമാണ്. ആ ഗുണം അവർക്കുണ്ടാകുമ്പോൾ അവരത് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുകയും മറ്റുള്ളവരിൽ നിന്ന് അവർക്ക് ഈ അഫെക്ഷൻ തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇത് മനുഷ്യൻ്റെ ഹാപ്പിനെസ്സിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു 2ാമത്തെ ഘടകമാണ്. 3ാമത്തെ ഘടകം എന്ന് പറയുന്നത് ഒരു സംശയവുമില്ല, അച്ചീവ്മെൻറ്റ്സാണ്. അച്ചീവ്മെൻറ്റ്സ് മനുഷ്യനെ സന്തോഷമുള്ളവരാക്കി തീർക്കും, സക്സസ്ഫുൾ ആകുക. എല്ലാ വ്യക്തികളുടെയും ഉള്ളിലുള്ള ഒരു വലിയ ആഗ്രഹമാണ് അച്ചീവ് ചെയ്യുക. ഏതെങ്കിലും ഒരു മേഖലയിൽ, നമ്മുടെ തൊഴിൽ മേഖലയിലാകാം, വീട്ടിൽ അച്ചീവ് ചെയ്യാമല്ലോ. നല്ല അമ്മ, നല്ല ഭാര്യ, നല്ല അയൽക്കാരി, നല്ലൊരു ബന്ധു, ഇതൊക്കെ അച്ചീവ്മെൻറ്റ്സ് അല്ലേ? നല്ല ഒരു കുക്കാണ് എന്ന് പറയുന്നൊരു അച്ചീവ്മെൻ്റാണ്. ആ വീട്ടിൽ എപ്പോഴും വേണേലും നമുക്ക് കയറി ചെല്ലാം
എന്ന് മറ്റുള്ളവർ പറയുന്നത് ഒരു ഭാര്യയെ സംബന്ധിച്ച്, ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അച്ചീവ്മെൻറ്റ്സാണ്. അവർ ആ വീടിനെ വളരെ ഭംഗിയായിട്ട് നോക്കി നടത്തുന്നു, അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവർ നിർവഹിക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ അവർ നന്നായിട്ട് വളർത്തുന്നു എന്ന് പറയുന്നത് അച്ചീവ്മെൻറ്റ്സ് തന്നെയാണ്. അതേപോലെ നമുക്ക് അക്കംപ്ലിഷ്ഡ് ആകാം. അതായത് നമ്മൾ ഏറ്റെടുക്കുന്ന ജോലിയിൽ, അത് തൊഴിൽ മേഖലയിലായാലും വീട്ടിലായാലും, നമ്മൾ സക്സസ്ഫുൾ ആകുക എന്നുള്ളതാണ്, നമ്മൾ ക്രിയേറ്റീവ് ആകുക. ഇതിനെല്ലാം കൂടെ സൈക്കോളജി പറയുന്നൊരു വാക്കുണ്ട്, എല്ലാ ഹ്യൂമൻ ബീയിങ്ങും ഫുള്ളി ഫങ്ഷണൽ ആയിരിക്കണം. നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഏത് കാര്യങ്ങളിലൊക്കെയാണോ ഏർപ്പെടുന്നത് അതിൽ നമ്മൾ ചിലവഴിച്ചിരിക്കണം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അച്ചീവേഴ്സ് ആകും. 3 കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹാപ്പിയാകും. ഹാപ്പി ആകാനുള്ള അധികാരവും അവകാശവും നമുക്കുള്ളതുപോലെ അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള ഉത്തരവാദിത്വവും നമ്മൾക്ക് വേണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.